ഹലോ, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇന്നൊരു മൂവിക്ക് പോവാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ നെയ്ബറായ അമ്പാടിയൊക്കെ കണ്ടു. അപ്പോൾ അമ്മയും അമ്പാടിയും കൂടെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ കാർ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുതരാൻ അമ്മയോട് പറയുകയാണ്. അപ്പോഴാണ് അച്ഛൻ്റെ സ്പെക്സ് എടുത്തില്ല എന്നുള്ള കാര്യം ഓർക്കുന്നത്. അങ്ങനെ വീണ്ടും അച്ഛൻ സ്പെക്സ് എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോവാണ്. താക്കോല് ഞങ്ങളങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മ എപ്പോഴും മറക്കും ആരുടെ ബാഗിലാണ് താക്കോല് വെച്ചതെന്നുള്ളത്. സോ ഞങ്ങൾ ഇത്തവണ മൂവി കാണാൻ പോകുന്നത് മോൾ ഓഫ് ട്രാൻകൂറിലാണ്. നോർമലി ഏരീസ് പ്ലസിലാണ് ഞാൻ പോകാറ്, ബട്ട് ഇത്തവണ അവിടെ ഹൗസ്ഫുള്ളായിരുന്നു. സോ മോൾ ഓഫ് ട്രാൻകൂറിൽ പോകാമെന്ന് ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ 1-2 മൂവീസ് മാത്രമേ ആ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളൂ, ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. നല്ലൊരു തിയേറ്ററാണ്. നമുക്ക് ഏരീസ് പ്ലസ് പോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു തിയേറ്റർ തന്നെയാണ് മോൾ ഓഫ് ട്രാൻകൂറിലുള്ളത്. ഞങ്ങൾ 6:05 ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. 6:15 മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു റോഡിലെല്ലാം. ഇത് വെള്ളായണി കിരീടംപാലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയാണ്. ഇപ്പം അവിടെ റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനും ഒക്കെ. സിറ്റി ലൈഫിൽ നിന്ന് നമുക്ക് കുറച്ച് റിലീഫൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വന്നാൽ മതി. അത്രയ്ക്ക് രസമാണ് ഇവിടെ കാണാനും എല്ലാം. 2 സൈഡിലും ഇങ്ങനെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഈ സൈഡിലോട്ട് വരുന്നത് വളരെ കുറവാണ്. കാരണം ഇവിടെ എപ്പോൾ വന്നാലും നല്ല ആളായിരിക്കും. ഒരു 4 o'clock ആ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല ആളാണ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ലേറ്റ് ആകുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഏകദേശം കറക്റ്റ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ എത്തി. നോർമലി ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പേ തിയേറ്ററിൽ പോയി ഇരിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. സോ ഒരു ഹാഫ് ആൻ അവർ മുമ്പേ ഒക്കെ പോയി തിയേറ്ററിൽ ഇരിക്കും. ഞങ്ങളങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, ഈവൻ ഒരു മിനറൽ വാട്ടറിന് പോലും നല്ല കോസ്റ്റാണ് ഇവിടെ നിന്ന്. ഞങ്ങൾക്കിത് മുൻപും അറിയായിരുന്നു, ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ് ആയിരിക്കും എന്ന്. എനിവേസ് മൂവി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 10 minutes ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ 6:20-25 എന്തോ ആയിരുന്നു സ്റ്റാർട്ടായപ്പോഴേക്കും. അങ്ങനെ മൂവിയെല്ലാം കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മൂവി. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ആൻഡ് നിവിൻ ഈസ് ബാക്ക്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടറാണ് നിവിൻ പോളി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വരികയാണ്. എല്ലാവർക്കും, അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞാൻ എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ പിക്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അത്രയേ ഉള്ളൂ. ബൈ.